Hi all, this is Cock. Adios amigo. ഡയറക്ടർ നവാസ് നാസർ. അദ്ദേഹത്തിൻ്റെ ഡയറക്ടോറിയൽ ഡെബ്യൂ ആണെങ്കിൽ കൂടെ കിട്ടില്ല ടീമാണ് സാറേ കൂടെ ഉള്ളത്. പ്രൊഡ്യൂസർ ആഷിഖ് ഉസ്മാൻ, റൈറ്റർ തങ്കോ, ജംഷി ഖാലിദ് DOP, മ്യൂസിക് ചെയ്തിരിക്കും ഗോപി സുന്ദർ, ഒറിജിനൽ സ്കോർ ചെയ്തിരിക്കും ജെയ്ക്സ് ബിജോയ്, ലിറിസിസ്റ്റ് വിനായക് ശശികുമാർ, മഹറംസ കോസ്റ്റ്യൂം, റോണക് സേവ്യർ മേക്കപ്പ്, വിഷ്ണു ഗോവിന്ദ് ഓഡിയോഗ്രാഫി, നിഷാദ് യൂസഫ് എഡിറ്റിങ് കുറച്ച് സീനാണ്. പുള്ളി ടെക്നിക്കലി ചെയ്തല്ല ഞാൻ പറയുന്നത്, ഇൻ കേസ് ഓഫ് ഡ്യൂറേഷൻ. അങ്ങനെ കിടിലൻ ടീമാണ് കൂടെയുള്ളത്. ഈ സിനിമ ആരംഭിക്കുന്നതിൻ്റെ സ്റ്റാച്യൂട്ടറി വാനിങ് ഒക്കെ കാണിക്കുന്നതൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ്. ക്യാരക്ടേഴ്സിൻ്റെ സ്ലാങ്ങിൽ തന്നെയാണ് ഈ വാണിംഗ് പറയുന്നത്. അപ്പോഴേ പടം ഒരു ലെവൽ, ഒരു വെറൈറ്റി പിടിക്കുന്നു എന്നപ്പോഴേ മനസ്സിലാവും. രണ്ട് ക്യാരക്ടേഴ്സിൻ്റെ ഇൻട്രോ, എസ്പെഷ്യലി സുരാജിൻ്റെ ക്യാരക്ടർ എന്താണെന്ന് 5 മിനിറ്റിൽ തന്നെ നമുക്ക് മനസ്സിലാവും. ആഫ്റ്റർ ഹിസ് ഇൻട്രൊഡക്ഷൻ പുള്ളി ഒരു സാധാരണക്കാരായ മനുഷ്യൻ, ഈവൺ അദ്ദേഹത്തിൻ്റെ ഫിസിക്ക് വരെ, പുള്ളിയുടെ കൈയൊക്കെ കാണിക്കുന്നത് പുള്ളി അത് കൺസിസ്റ്റൻ്റായിട്ട് ചെയ്തിട്ടുണ്ട്. സുരാജിനൊക്കെ ഈ റോളെന്ന് പറയുന്നത് കേക്ക് വാക്കാണ്. അദ്ദേഹം അത്ര എക്സ്പീരിയൻസ്ഡാണ്, അത്രയും മികച്ച റോൾസ് ചെയ്ത് തഴക്കവും പഴക്കവും വന്നിരിക്കുകയാണ് സുരാജ് ത്രൂ ഔട്ട് ഗംഭീരമായിട്ട് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആസിഫ് അലി ഇതിൽ കുറച്ച് ഡിഫറെൻ്റ് ആണ്, ഇൻക്ലൂഡിങ് ഹിസ് ബോഡി ഫിസിക്ക്. ഒരു ഫുൾ ടൈം തണ്ണി വെള്ളമടിച്ച് യാതൊരുവിധ ഫിസിക്കൽ ഫിറ്റ്നസ്സും ഇല്ലാത്ത, പിന്നെ അതിന് അദ്ദേഹത്തിൻ്റെ കാരണമുണ്ട്, അത് സ്റ്റോറി നോക്കുന്ന സമയത്ത്. പക്ഷെ അത് നമുക്ക് കാണാൻ പറ്റും. പുള്ളി ഷർട്ടൊക്കെ കഴിക്കുന്ന സമയത്ത് ബോഡിക്ക് ഇങ്ങനെ പുള്ളി അത് തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും ഗംഭീര പെർഫോമൻസാണ്. ക്യാരക്ടേഴ്സും ഗംഭീരമാണ്, ഈ രണ്ട് ക്യാരക്ടേഴ്സും. പിന്നെ സ്ലാങ്, ആസിഫിൻ്റെ ക്യാരക്ടർ വന്നിട്ട് വൈൽഡ് ഹബ്ബിൽ വെച്ചിട്ടാണ് സുരാജിൻ്റെ ക്യാരക്ടറിനെ കാണുന്നത്. അപ്പോൾ ആസിഫ് സംസാരിക്കുന്നത് ആ കൊച്ചി സ്ലാങ്ങിൽ ഇങ്ങനെ സംസാരിച്ച്, പിന്നെ പുള്ളി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ബോസെ 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 ചവിടിക്കൻ ബോസെ ഈ ബോസെ എന്ന് വിളിച്ച് പിന്നെ ഈ സിനിമയിൽ ഒരു 1500 തവണയാണ് ബോസെ വിളി. ഇത് കേട്ടിട്ട് ഇതൊരു അരോചകമായിപ്പോയി. മാത്രമല്ല ഈ സിനിമയുടെ ഡ്യൂറേഷൻ ഞാൻ പറഞ്ഞല്ലോ, ഓൾമോസ്റ്റ് 2.25 മണിക്കൂറുണ്ട്. അപ്പോൾ ഈ വൈൽഡ് ഹബ്ബിലെ സീന് തന്നെ അത്രയും സമയം ആവശ്യമില്ല. ഇൻഫാക്റ്റ് അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് ക്യാരക്ടറിനെ ഓരോ വഴിപോക്കനെയും കൊണ്ടുവന്ന് ഒരു സീൻ ക്രിയേറ്റ് ചെയ്ത് എത്ര സമയം ഇത് അവസാനിക്കുന്നത് വൈൽഡ് ഹബ്ബ് എന്നതൊന്ന് സിനിമയുടെ സീനെന്ന് മാറിക്കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിച്ചു പോയി. അതാ പറഞ്ഞു, ഭയങ്കര നിന്നോന്നതമായിട്ടുള്ള ഭയങ്കര അപ്സ് ആൻഡ് ഡൗൺസ് ആണ് ഈ സിനിമയ്ക്ക്. ഭയങ്കര കാറ്റവറൊക്കെ ഗംഭീരമായിട്ട് ഇങ്ങനെ തുടങ്ങി വൈൽഡ് ഹബ്ബിലെ സീനിൽ വന്ന് പിന്നെ ഇറങ്ങിപ്പോയി സിനിമ. പിന്നെ അരോചകം, ഈ ബോസെ പിന്നെ അപ്പുറം സുരാജ് കൂട്ടുകാര പിന്നെ ഈ ക്യാരക്ടറിനെ വെറുപ്പിക്കില്ല. ആരെ? ആസിഫിൻ്റെ ക്യാരക്ടർ. വേറെ ഈ നാട്ടിൽ വയലിലെ തന്നെ ഒരു റിയലായിട്ട് ഒരാൾ ഈ ഇതുപോലത്തെ അപരാധം പോയിട്ട് ആൾക്കാർ വെറുപ്പിച്ച് കഴിഞ്ഞാൽ അടി കിട്ടും, 100% അടി കിട്ടും. വഴി പോകുന്ന ആൾക്കാരെയൊക്കെ ടീസ് ചെയ്യുക, അവരെ അനോയ് ചെയ്യുക, ഇൻ്റർഫിയർ ചെയ്യുക, അടി കിട്ടൂലേ? ഇതെന്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരുമാതിരി സാഗർ കോട്ടപ്പുറം ഫ്രം മീശോ, അതാണ് ഇതിൽ ആസിഫിൻ്റെ ക്യാരക്ടർ. ഒരിക്കൽ ആസിഫിൻ്റെ ഇതിൽ അഭിനയത്തെ ഞാൻ സാഗർ കോട്ടപ്പുറമായിട്ട് ലാലേട്ടൻ ചെയ്തതായിട്ട് കമ്പയർ ചെയ്യില്ല. ആസിഫ് ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ക്യാരക്ടറിൻ്റെ ഒരു റേഞ്ച് ഞാൻ പറയുന്നത്, അത് വേഗം പാസ് ചെയ്ത് പോകേണ്ടതായിരുന്നു, പക്ഷേ നടന്നില്ല. അങ്ങനെ ത്രൂ ഔട്ട് ഈ സിനിമയ്ക്കകത്ത് ഒരുപാട് സീൻസ്, കുറേ സീൻസ്, അത് ഇറലവൻറ്റ് സീൻസ്, ആ സീൻസൊക്കെ കട്ട് ചെയ്ത് ട്രിം ചെയ്ത് ഇതൊന്ന് ക്രിസ്പാക്കി ഇറ്റ് വുഡ് ബീൻ ബെറ്റർ. നല്ല രസമായിരുന്നതിന്. പിന്നെ അങ്ങനെ പോയി പിന്നെ ഒരു യാത്രയാണ്, ബസ്, KSRTC, ലോ ഫ്ലോർ. അതിലെ സീൻസ് കുറച്ചും കൂടെ എൻഗേജിങ് ആണ്. മൂവിങ് ആയില്ല സിനിമ, സ്റ്റക്കായി കിടന്ന് വൈൽഡ് ഹബ്ബിൽ സ്റ്റക്കായി കിടന്ന് മൂവ് ചെയ്യാൻ തുടങ്ങി സിനിമ. പിന്നെ അത് കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിരുന്നു, ആൾക്കാർക്ക് പ്രതികരിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ പോയി ഒരു രസമായി സിനിമ. പിന്നെ അവിടെ നിന്ന് അത് കഴിഞ്ഞ് ഏതൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ഞാൻ കയറി വീണ്ടും ഇത് തന്നെ ബാസ എന്നുള്ള സാധനം വിട്ടിട്ട് പിന്നെ ആ ടെക്സ്റ്റൈൽ ഷോപ്പിലൊന്നും അങ്ങനെ കയറി ഓവർ ദ ടോപ്പാണ്, ഓവർ ഡൂയിങ് ആണ്. കുറച്ചുകൂടെ ഒരു മീറ്റർ കുറയ്ക്കണമായിരുന്നു ആ ക്യാരക്ടറിന്. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ എന്തുവാ, കാണുന്ന ആൾക്കാർക്ക് ഒരു കണക്ഷൻ കിട്ടണ്ടേ, നമ്മുടെ നാട്ടിലും കാണുന്നൊരു സംഭവമാണെന്ന്. ടെക്സ്റ്റൈൽ ഷോപ്പിൽ കാണിച്ച പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഓവറായിപ്പോയി ആസിഫിൻ്റെ ക്യാരക്ടർ. സുരാജിൻ്റെ ക്യാരക്ടർ പിന്നെ ആ മീറ്ററിൽ തന്നെ
അത് അത് നമുക്ക് ഡൈജസ്റ്റ് ആവുന്ന ഒരു മീറ്ററാണ് സുരാജിൻ്റെ ക്യാരക്ടർ. നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്ന അനഘ LK നല്ല ക്യാരക്ടറാണ്. ഈ ക്യാരക്ടറിന് ഈ അനഘയുടെ ക്യാരക്ടറിൻ്റെ പാസ്റ്റായി കഴിഞ്ഞാൽ ആസിഫിൻ്റെ ക്യാരക്ടറിൻ്റെ പാസ്റ്റായി കഴിഞ്ഞാലൊക്കെ കണക്റ്റ് ആവുന്ന, ഇമോഷണലി കണക്റ്റ് ആവുന്ന സ്റ്റോറി ലൈനാണ്. പക്ഷേ നമ്മൾ സ്ക്രിപ്റ്റിനകത്ത് ഇതിങ്ങനെ വലിച്ചു നീട്ടിൻ്റെ പ്രശ്നമാണിത്. പിന്നെ ഈ നടിയുടെ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ അഭിനയമൊക്കെ ഓക്കെ, പക്ഷേ ഇവരുടെ ഡബ്ബിങ് വളരെ മോശം. അവർ തന്നെ ചെയ്താണെന്ന് അറിയില്ല. ലിപ്സിംഗ് ഒക്കെ വളരെ മോശമായിരുന്നു. അങ്ങനെ സിനിമ ഇങ്ങനെ ഈ ടെക്സ്റ്റൈൽ സീനൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോയി. പിന്നെ സിനിമ വീണ്ടും അപ്പായി. ഞാൻ പറഞ്ഞത് വീണ്ടും നല്ല രസമായി. ഒരു റാവീസിലൊരു സീനുണ്ട്, ഒരു ഹോട്ടലിലുള്ള സീൻ. അത് കീടുമായിരുന്നു, നല്ല എൻഗേജിങ് ആയിരുന്നു. എസ്പെഷ്യലി സുരാജിൻ്റെ ആ ഒരു മേക്ക് ഓവറും പരിപാടിയും, മേക്ക് ഓവർ ഇൻ ദ സെൻസ് പുള്ളിക്ക് അവിടെ നിന്ന് ഉണ്ടാകുന്ന ചില എക്സ്പീരിയൻസസും കാര്യങ്ങളൊക്കെ വന്ന് അവരുടെ കെമിസ്ട്രി, ഇതൊരു ബ്രോമാൻസ് ആണല്ലോ. ഇവരുടെ ഒരു ഈ വഴിയിൽ അവിചാരിതമായി കണ്ടുമുട്ടി അവർക്കിടയിൽ ഉണ്ടാകുന്ന അറ്റാച്ച്മെൻറ്റും പിന്നെ അവർക്ക് പരസ്പരം ആളുകളെ അറിയില്ലല്ലോ. അപ്പോൾ അവരുടെ റിയൽ ലൈഫിൽ അവരെന്താണ് എന്ന് നമുക്കറിയാം. അത് റിവീൽ ചെയ്യപ്പെടുന്ന ആ മൊമെൻറ്റിലേക്ക് സിനിമ ഇങ്ങനെ പോവാണ്. ഇതിൻ്റെ ത്രെഡ്, ഇതിൻ്റെ ലെയർ നല്ലതാണ്. ആ ഹോട്ടലിലെ സീൻസ് നല്ല രസമായിരുന്നു. രണ്ടുപേരും, ആസിഫും സുരാജും രണ്ടുപേരും നന്നായിട്ട് അങ്ങനെ ചെയ്തു പോകുമ്പോൾ അതാ കാര്യമാണ്. അൽത്താഫിൻ്റെ ക്യാരക്ടർ അവിടെ എന്തിനായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല. അൽത്താഫിൻ്റെ ക്യാരക്ടർ വന്ന് പിന്നെയും ഭയങ്കര വെറുപ്പിക്കലായി. അൽത്താഫ് പൊതുവേ വെറുപ്പിക്കാതെ അഭിനയിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് അഭിനയത്തിന് കുഴപ്പമില്ല. ആ ക്യാരക്ടർ അവിടെ വന്ന് അൺവാണ്ടഡ് ആയിട്ടുള്ള എന്തൊക്കെയോ സീൻസ് അങ്ങനെ പോവാണ്. പിന്നെ സിനിമ ഇങ്ങനെ പോയി ഒരു ഘട്ടം എത്തി ഇതങ്ങ് അവസാനിക്കുന്നു കരുതിയാണ്. അതിനിടയ്ക്ക് നന്ദു ഒക്കെ വരുന്നുണ്ട് ഹോട്ടൽ മാനേജറായിട്ട്. പിന്നെ IM വിജയൻ, ഫുട്ബോൾ ഇതിഹാസം, അദ്ദേഹത്തിന് ഇതിൽ വെറൈറ്റി ക്യാരക്ടറാണ്. കാരണം അദ്ദേഹം ഇതിൽ സിസർ കട്ട് അടിക്കുന്നില്ല, അദ്ദേഹം ചുമ്മാ ഒന്ന് പാസ് ചെയ്ത് പോവാം. അങ്ങനെ സിനിമ ഇങ്ങനെ അവസാനിക്കും എന്ന് കരുതുന്നൊരു മൊമെൻ്റ് ഉണ്ടാവില്ല. ഇങ്ങനെ കയറി വന്ന് കയറ്റവരൊക്കെയായിട്ട് ഞാൻ പറഞ്ഞ പോലെ വന്ന് ഒരു നല്ലൊരു ക്ലൈമാക്സിന് അവസാനിക്കാറാവുമ്പോഴേ അവസാനിക്കുന്നില്ല. പിന്നെ ഇതെന്തോ ഇത് തീർന്നു കിട്ടണ്ടേ, ഇതിങ്ങനെ പിന്നെ വീണ്ടും ക്യാരക്ടേഴ്സ് വരുന്നു. വിനീത് തട്ടിൽ വരുന്നു. ഇവരാരും അഭിനയിക്കുന്ന മോശമല്ലേ, ക്യാരക്ടേഴ്സും മോശമല്ല. പക്ഷേ ഇത് ഈ ഡ്യൂറേഷൻ്റെ പ്രശ്നം. കുറേ പോലീസ് സ്റ്റേഷൻ സീൻസ്, പിന്നെ പോലീസുകാർ അൺവാണ്ടഡ് ഓരോരുത്തർ ഇത് നാടുത് ഒരാൾ നടന്നു പോകുമ്പോൾ നീ ക്രിമിനലാടാന്ന് ചോദിച്ചാൽ അയാളെ പിടിച്ചാൽ കൊണ്ടുപോവുക. ഇതെന്തോ അത് അങ്ങനെയൊന്നുമില്ല. ഇതെന്താ സംഭവം? പിന്നെ നമ്മുടെ ഷൈൻ ടോം ചാക്കോ വന്നിട്ട് പിന്നെ പുള്ളിക്ക് അറിയാലോ, പുള്ളി വന്ന് എന്തൊക്കെയോ പറയുന്നു. ഇങ്ങനെ പുള്ളി എന്തൊക്കെ പറയുന്നു. ആകെ പുള്ളി പറഞ്ഞ ഒരു കാര്യം മനസ്സിലായി, ഈ ബോസേ എന്ന് പറഞ്ഞ വെറുപ്പിക്കലുണ്ടല്ലോ. സുരാജ് കൂട്ടുകാരാ ലാസ്റ്റ് ഷൈൻ പറയാണ് ബോസിൻ്റെ ഷഡ്ഡി. ഇത് പറഞ്ഞത് നല്ല കൃത്യമായിട്ടുണ്ട്, വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഇതിനിടയ്ക്ക് നൈസായിട്ട് കൊല്ലംകാരെയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്തോ സിഗരറ്റിൻ്റെ പഫ് ചോദിച്ച് കൊടുത്തില്ല, എൻ്റെ എന്തോ പ്രശ്നം ഉണ്ടായെന്ന് പറയുന്നുണ്ട്. പിന്നെ ഹണി റോസിനും കൊടുക്കുന്നുണ്ട്. ഹണി റോസ് തിരിഞ്ഞു നിൽക്കണം ഫ്ലക്സിൻ്റെ അടുത്താന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ പറയുന്നുണ്ട്. ആസ് എ ഹോൾ ഒരു ECG പോലൊരു സിനിമ. ഗംഭീരമായിട്ട് ആരംഭിച്ച് പിന്നെ ഡൗണായി, വീണ്ടും പൊങ്ങി, വീണ്ടും ഡൗണായി, വീണ്ടും പൊങ്ങി, ഇങ്ങനെ കളിച്ച് ക്ലൈമാക്സ് വാസ് സാറ്റിസ്ഫാക്ടറി. ആ ഇമോഷൻ അവിടെ ഉണ്ട്, ക്ലൈമാക്സിൽ ഇമോഷൻ ഉണ്ട്, സാറ്റിസ്ഫാക്ടറി ക്ലൈമാക്സ് ആണ്. പക്ഷേ ഇതാണ് ഈ സിനിമ. സുനിൽ OG, ഒറിജിനൽ ഗാങ്സ്റ്റർ ഒക്കെ പറയുന്ന പോലെ പറയുകയാണെങ്കിൽ അഡിയോസ് അമിഗോ.